ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സെക്കൻഡ് വ്ളോഗർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് റിസാർട്ട് നിസാമുദ്ദീൻ സ്റ്റേഷനിലാണ്. നമ്മൾ പോകുന്നത് ആഗ്രയിലേക്കാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ താജ്മഹൽ കാണാൻ. രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞ്, നല്ല തണുപ്പുണ്ട്. ഡിസംബർ മാസത്തിലാണ് നാം പോകേണ്ടത്. നല്ല തണുപ്പുള്ള ദിനങ്ങളാണ് ഇനി നമ്മളുടെ അടുത്തുള്ളത്. അപ്പോൾ പോകാം. അങ്ങോട്ട് 6 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മളിനി 6 കിലോമീറ്റർ ഓട്ടോയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിലാണ് നിൽക്കുന്നത്. കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് 500 മീറ്ററാണ് താജ്മഹലിലോട്ട്. നമ്മുടെ ഷൂ ഒന്നും അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ അവിടുന്ന് ഡിസ്പോസിബിൾ ആയിട്ടുള്ള സോക്സ് നമുക്ക് ധരിക്കാൻ തരും. പിന്നെ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച ദിവസം തുറക്കില്ല. അപ്പോൾ ദയവ് ചെയ്ത് ആരും വരരുത്. വരുന്നവർക്കായിട്ട് ഇവിടെ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്തും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇവിടെ ഒരുപാട് ഗൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് തരും. 5-10 കൂടുതൽ കൊടുക്കണം എന്നുള്ളൂ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഒരുപാട് പേരുണ്ട് ടിക്കറ്റ് എടുക്കാൻ. ഓൺലൈനായിട്ടും ക്യാഷ് പേയ്മെൻറ്റും എല്ലാം നമുക്കിവിടെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അങ്ങനെ ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 50 രൂപ വരുന്നത്. അതിൻ്റെയോടൊപ്പം ഒന്നുകൂടെ ഉണ്ട്. ഇനി ഇവിടെ ഒരു വലിയൊരു വരിയുണ്ട്. ഈ വരി കടന്നു വേണം നമുക്ക്. നല്ല തിരക്കാണ് തോന്നുന്നത്. ഇവിടെയാണ് നമ്മുടെ എൻട്രി. അത് കഴിഞ്ഞ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കൽ. സ്റ്റോക്ക് റൂം. ഇവിടെ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ് കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഒരു ചെക്കിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലോട്ടാണ് പ്രവേശനം. ലോകാത്ഭുതങ്ങളിൽ നിന്നാണ് നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് കയറി പോവുകയാണ്. ആദ്യമായി കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷ കൂടിയുണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ താജ്മഹൽ ഇത്രത്തോളം മനോഹരമായി നിൽക്കുമ്പോൾ അത് കാണാൻ ഏറ്റവും അധികം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും ആ കാഴ്ചയൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ആ കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കാം. ഇതാണ് നമ്മുടെ താജ്മഹലിൻ്റെ മുന്നിലുള്ള കവാടം. നിങ്ങൾ കാണുന്നില്ലേ? അതിമനോഹരമാണ്. ഒരിക്കലെങ്കിലും വന്ന് കാണണം ഇതെല്ലാം. താജ്മഹലിൻ്റെ അതിമനോഹരമായ മുൻവശത്തെ കവാടം എത്ര മനോഹരമാണ്. നമ്മളങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും വന്നൊന്ന് കാണണം ഈ ഒരു കാഴ്ച. അതെ, അതിൻ്റെ കവാടം കടന്നപ്പോൾ മുന്നിലെല്ലാം എന്തോ ഒന്നും കാണാത്ത രീതി, ഇത്ര വെള്ള നിറത്തിൽ അതാ നമ്മുടെ മുന്നിലേക്ക് താജ്മഹൽ എന്ന വിസ്മയം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. മുന്നിലോട്ട് പോകുന്തോറും ആ വെളിച്ചം പോകുന്ന സമയം ലോകാത്ഭുതം നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ്. ഒത്തിരി പേരാണ് ആ ഒരു ദൃശ്യം കാണാൻ വേണ്ടിയിട്ട്, ആ ലോകാത്ഭുതത്തെ കാണാൻ വേണ്ടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് താജ് മ്യൂസിയത്തിലേക്കാണ്. ഇതാണ് മ്യൂസിയം. മ്യൂസിയത്തിലോട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. താജ് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് അവിടെയുള്ള ചിത്രങ്ങൾ നമുക്ക് പകർത്താനും കഴിയില്ല. ഇവിടെ നമുക്ക് കാണാനായിട്ട് പ്രദർശനികളുണ്ട്. ഒരുപാട് പുരാതന കാലഘട്ടത്തിലുള്ള ചിത്രങ്ങളും അതുപോലത്തെ അന്നത്തെ ശില്പങ്ങളും പിന്നെ ക്ഷേത്രങ്ങളുടേത്, പിന്നെ നമ്മുടെ ഇന്ത്യ ഗേറ്റ്, നമ്മുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള
ഒരുപാട് ചിത്ര പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അത് നമുക്കിവിടെ കാണാം. താജ്മഹലിൻ്റെ അടുത്തെത്തിയാൽ അവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 200 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് താജ്മഹൽ. യമുന നദിയാണ് ഈ കാണുന്നത്, താജ്മഹലിൻ്റെ തീരത്ത്. അങ്ങനെ നമ്മുടെ താജ്മഹൽ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.